മേയർ കണ്ടക്ടർ തർക്കത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് സംബന്ധിച്ച് എ റഹീം MLA വിചിത്രമായ വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് റഹീം നടത്തുന്നത്. ബസ്സിൽ കയറിയ MLAയെ കുറിച്ച് കണ്ടക്ടർ തന്നോട് അപ്പോൾ തന്നെ ഫോണിൽ പറഞ്ഞിരുന്നു. അവിടെ നടന്നത് വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. ബസ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് വിടാനായിരുന്നു MLA നിർദ്ദേശം നൽകിയതെന്നാണ് റഹീം പറയുന്നത്. ഇത് എങ്ങനെ സംഭവിക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം. ബസിന്റെ കണ്ടക്ടർക്ക് ബസ് എടുക്കാൻ കഴിയില്ല. ഡ്രൈവറെ തടഞ്ഞ് മേയർ ആര്യ രാജേന്ദ്രൻ ചോദ്യം ചെയ്യുകയാണ്. ഇതിനിടെ ബസ്സിനുള്ളിൽ കയറിയ സച്ചിൻ ദേവ് ആരോടാണ് ബസ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതെന്നും ചോദ്യമായി മാറുന്നു. ഇതുവരെ MLA ബസ്സിനുള്ളിൽ കയറിയില്ലെന്ന വിശദീകരണമാണ് ആര്യ രാജേന്ദ്രൻ അടക്കം നൽകിയത്. ഇതിനിടെയാണ് CPMന്റെ രാജ്യസഭാ അംഗവും DYFI അഖിലേന്ത്യാ അധ്യക്ഷനുമായ റഹീമിന്റെ വെളിപ്പെടുത്തൽ. നേരത്തെ ബസ്സിലെ കണ്ടക്ടർ റഹീമിന്റെ അടുത്തയാളാണെന്ന് കോൺഗ്രസ് MLA M വിൻസെന്റ് ആരോപണം ഉന്നയിച്ചിരുന്നു. സംഭവം നടക്കുമ്പോൾ കണ്ടക്ടർ ഫോണിൽ റഹീമിനെ വിളിച്ചെന്നും വിശദീകരിച്ചിരുന്നു. ഇത് സ്ഥിരീകരിക്കുക കൂടിയാണ് CPM രാജ്യസഭാംഗം. സംഭവത്തെക്കുറിച്ച് തന്നോട് വിശദീകരിക്കുകയാണ് കണ്ടക്ടർ ചെയ്തത്. MLA ബസ്സിൽ കയറിയത് യാത്രക്കാരെ ഇറക്കി വിടാനല്ല, മറിച്ച് സെൻട്രൽ സ്റ്റേഷനിലേക്ക് ബസ്സിനെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടാനാണെന്നാണ് റഹീമിന്റെ വാദം. യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടില്ലെന്നും പറയുന്നു. ഈ വെളിപ്പെടുത്തലോടെ ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായതിലടക്കം ദുരൂഹത കൂടുകയാണ്. CPM ബന്ധങ്ങളുള്ള കണ്ടക്ടർ ഇതുവരെ വിവാദങ്ങളിൽ പരസ്യമായി പ്രതികരിച്ചതുമില്ല. ബസ്സിൽ കയറി സച്ചിൻ ദേവ് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് നൽകാനാണ്. കണ്ടക്ടർ എന്റെ നാട്ടുകാരനാണ്. അർദ്ധരാത്രി എന്നെ കണ്ടക്ടർ വിളിച്ചിരുന്നു. കണ്ടക്ടർക്ക് വീട്ടിൽ പോകാൻ കഴിയുമായിരുന്നില്ല, അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഇതാണ് റഹീമിന്റെ വെളിപ്പെടുത്തൽ. ഏതായാലും ഡ്രൈവറെ തടഞ്ഞു വെച്ച ബസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് റഹീമിന്റെ വിശദീകരണത്തോടെ ഉയരുന്ന ചോദ്യം. തലസ്ഥാനത്ത് മേയർ തടഞ്ഞ KSRTC ബസ്സുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി M വിൻസെന്റ് MLA രംഗത്ത് വന്നത് ഇന്നലെയാണ്. ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ A റഹീം MPയുമായി ബന്ധമുള്ള ആളായിരുന്നുവെന്ന് M വിൻസെന്റ് MLA ആരോപിച്ചു. ബസ്സിൽ നിന്നും മെമ്മറി കാർഡ് അടക്കം മോഷണം പോയ സാഹചര്യത്തിൽ ഈ ആരോപണത്തിന് തലങ്ങളേറെയാണ്. തനിക്ക് ചില ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരമാണെന്ന് പറഞ്ഞാണ് വിൻസെന്റ് ഇത്തരമൊരു ആരോപണം ഉയർത്തിയത്. മേയറും MLAയും ബസ് തടഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കണ്ടക്ടർ A റഹീമിനെ വിളിച്ചു. അദ്ദേഹം സംസാരിച്ച ശേഷം ഒരു സോറി പറയണമെന്നാവശ്യപ്പെട്ടതായി കണ്ടക്ടർ ചിലരോട് പറഞ്ഞുവെന്നാണ് ജീവനക്കാരിൽ നിന്ന് തനിക്ക് വിവരം കിട്ടിയതെന്നും M വിൻസെന്റ് പറഞ്ഞു.